ഹലോ ഹലോ മാ, വെൽക്കം ടു VMC മലയാളം. ഓമനമ്മ എപ്പോഴാണ് ധ്യാനത്തിലേക്ക് വന്ന് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? എന്റെ മാതാപിതാക്കൾക്കും ഉറക്കെ പറയണം. എന്റെ മാതാപിതാക്കൾക്കും പരമഗുരു ഭക്തജിക്കും ശ്രീ ബുദ്ധ ഭഗവാനും സുഭാഷിക്കും സീമാജിക്കും ഭൂമാതാവിനും പ്രപഞ്ച ശക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു, ആത്മപ്രണാമം ചെയ്യുന്നു. പിന്നെ ഞാൻ ഒരു വർഷമായി പിന്നെ വന്നിട്ട് അത് എന്ന് പറഞ്ഞാൽ ഞാന് പിന്നെ ഒരു വർഷം കൊണ്ട് എനിക്ക് നല്ല മാറ്റങ്ങൾ, എന്റെ ശരീരത്തിന് ആരോഗ്യം. എനിക്ക് പിന്നെ ഞാൻ ആഴ്ചയിൽ 2 ദിവസം പോലും തികച്ച് മേലും തലയും കുളിക്കത്തില്ലായിരുന്നു. അങ്ങനെ കുളിച്ച് എനിക്ക് അലർജി തുമ്മല് കൊണ്ട് ഞാൻ മരിച്ചു പോകുന്ന അവസ്ഥ. തല കുളിച്ച് വെള്ളവും തണുപ്പൊക്കത്തില്ല. കർക്കിടക മാസമൊക്കെ കഷായം കുടിച്ചായിരുന്നു എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആയുർവേദം ചെയ്തു, അലോപ്പതി ചെയ്തു, ഹോമിയോ ചെയ്തു, ഒക്കെ ചെയ്തിട്ടൊന്നും എനിക്ക് മാറ്റം ഇല്ലെന്ന് പറയാൻ ഒക്കത്തൊരു മാറ്റം വരുന്നുണ്ട്. പക്ഷെ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് തുടങ്ങും. എനിക്ക് അല്ലാതെ കൈകള്, എന്റെ വിരലുകളെല്ലാം ഇങ്ങനെ ആയിരുന്നു, പെട്ട കെട്ടിയായിരുന്നു ഇരിക്കുന്ന, നീര് വന്ന് മുട്ടുകളെല്ലാം വീർത്ത് ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. എനിക്കിങ്ങനെ വിരല് മടക്കാൻ ഒക്കുന്നു. എനിക്ക് നല്ല ക്ലിയർ ആയി. ധ്യാനത്തിലൂടെ എനിക്ക് ക്ലിയർ ആയി. ഇപ്പൊ തല കുളിക്കാൻ പറ്റുന്നുണ്ട്. വെളുപ്പിന് 2:30 മണിയാകുമ്പോ ഞാൻ ഉണരും. 3 മണിക്ക് ധ്യാനം, കർമ്മപ്രക്ഷാളന ധ്യാനത്തിനിരിക്കും. കുളിച്ചിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ചിട്ടിരിക്കുന്ന വെള്ളത്തിൽ കുളിച്ചിട്ടായിരിക്കുന്നത്. മറ്റേ ഞാൻ എത്ര ചൂട് സമയത്ത് ഞാൻ വെള്ളം നല്ല തിളപ്പിച്ച് മേത്ത് കോരി ഒഴിച്ചിട്ട് തുള്ളി പച്ചവെള്ളം ഒഴിച്ച് തലയിൽ ഒഴിക്കുന്നു. അങ്ങനെ ഒഴിച്ചുകൊണ്ട് കുളിച്ചോണ്ടിരുന്നു. കുളിക്കുന്നത് സ്ഥിരമായിട്ടില്ല. ബാത്റൂമിൽ കയറിയിട്ട് ഡ്രസ്സും മാറിയിട്ട് മക്കളെ എനിക്ക് അങ്ങ് വിറയ്ക്കുന്നു, എനിക്ക് വയ്യ കുളിക്കാൻ, ഞാനിങ്ങനെ ഇറങ്ങുവാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. ഇപ്പം അതെല്ലാം 2 നേരവും പച്ചവെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. ഇപ്പോ എത്ര വർഷമായിട്ട് അമ്മയ്ക്ക് കുളിക്കാൻ പറ്റിയിരുന്നില്ല? ഒരു 25 വർഷമേലും ആയിട്ടുണ്ട് എനിക്ക് അലർജിയുടെ അസുഖം തുടങ്ങിയിട്ട്. 25 വർഷമേലും ആയിട്ടുണ്ട്. ഒരു വർഷം ധ്യാനം കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. 6 മാസമായപ്പോഴത്തേക്കും ഫാന്റാസ്റ്റിക്. എന്നിട്ട് എനിക്കിത് പറയണം ശ്രീമാജിയോട്, പക്ഷെ പിന്നെ എനിക്ക് അങ്ങ് നേരിട്ട് പറയണമെന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ ആഗ്രഹം. നടന്നില്ല. നടന്നു. അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ബാത്റൂമിൽ പോകുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം എന്റെ മാറി. അത് കഴിഞ്ഞ് എനിക്കത് ഇങ്ങനെ വായിലോട്ട് വന്ന് ചെറിയൊരു പിന്നെ പൊട്ടൽ പോലൊക്കെ വന്ന് അതൊക്കെ ഇപ്പൊ ഒത്തിരി കുറവുണ്ട്. എല്ലാം കുറവുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ആഹാരം വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാൻ തൈര് കൂട്ടി ചോറുന്നു. എനിക്ക് അതൊക്കെയാണ് എന്റെ ആഹാരങ്ങൾ. ഞാന് പത്തനംതിട്ട അന്ന് വന്ന് കണ്ടത് പിന്നെ ഇന്ന് വരെ മത്സ്യവും മാംസവും അല്ലെങ്കിലും കൂട്ടത്തില്ലായിരുന്നു. കുറെ കാലങ്ങളായി മുട്ടയും ഒന്നും കഴിക്കുന്നില്ല. അന്നേ ഞാൻ വെജിറ്റേറിയനായി. എനിക്ക് എനിക്കതിലെല്ലാം ഒത്തിരി വിടുതൽ എനിക്ക് കിട്ടി. എനിക്കത് വളരെ സന്തോഷം. എന്റെ കുഞ്ഞുങ്ങൾക്കും അതുണ്ടാകും. അതിന്റെ ഞാൻ ഈ ചെയ്യുന്നതിന്റെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അവരും ഇതിലോട്ട് ഇനി അവരും കൂടി ചെയ്താൽ എന്തായിരിക്കും വരണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടല്ല എന്റെ മോന് ഇളയ മരുമോനെ ഒരു അമ്പലത്തിൽ പോലും പോത്തില്ല. പക്ഷെ എന്റെ കാര്യത്തിന് അവരൊരു കുഴപ്പവും വരുത്തും, ഒരു തടസ്സവും വരുത്തുന്നില്ല. അതായത് ധ്യാനം ചെയ്യുന്നതിനോ ഒന്നുമില്ല. എന്റെ കുഞ്ഞുങ്ങളും എന്നെ മുറി കയറി പതുക്കെ കഥവ് തുറന്നു നോക്കിയിട്ട് അമ്മൂമ്മ ധ്യാനിക്കുവാന്നോന്ന് നോക്കിയിട്ടേ അവര് കഥവ് തുറന്ന് കയറി വരും. അതെ, എന്താ വെച്ചാല് അമ്മയിൽ വന്ന ഈ മാറ്റങ്ങൾ ഇത്രയും വർഷം അതാണ് അവർക്ക്. മറ്റേ വലിയ മോളോട് വിളിച്ചാൽ അമ്മയ്ക്ക് വയ്യ, അമ്മ കിടപ്പ്. ആഴ്ചയിൽ 2 ദിവസം ഞാൻ സിറ്റിസൺ കഴിക്കും തുമ്മാതിരിക്കാൻ. അപ്പൊ പിന്നെ കിടപ്പ, എനിക്ക് എഴുന്നേക്കാൻ വയ്യ. കിടന്ന് ഉറക്കമാകും. 3 ദിവസത്തെ ഉറക്കമാവില്ലേ. അങ്ങനെ കിടന്നുകൊണ്ടിരുന്ന എനിക്കിപ്പോ അതെല്ലാം വളരെ ശാന്തമായി. എനിക്ക് ഇതിൽ നിന്ന് എനിക്കിനി ഒരു മുക്തിയില്ല. അതായത് ഈ സത്യമാർഗത്തിൽ കൂടെ എനിക്ക് അതല്ലാതെ എനിക്കൊന്നും വേണ്ട. അതെ, ഈ സത്യമാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ മതി. അത് മാത്രമേ ഉള്ളൂ. ഞാൻ എത്തേണ്ടടുത്തെത്തി. എന്നെ ഭഗവാൻ എത്തിച്ചു. ഇവിടെ ആറന്മുള വന്നു. അതുപോലെ തന്നെ എന്നെ ഇതില് 1 വർഷം മുന്നലേ, ഇപ്പൊ 2 വർഷമാകുന്നു, 1 വർഷം മുന്നലേ ചേച്ചി ഇന്ന പോലെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലായിടത്തും പോയി ഒന്നും ഇതില്ല, അപ്പൊ അതുപോലെ തന്നെയാ ഇതും എന്നുള്ള ഒരു ഇത് ഞാൻ പോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം പത്തനംതിട്ട വരുന്നുണ്ട്. ഞങ്ങള് അന്ന് ഒരമ്പലത്തിൽ മൂകാംബികയിലോ രാമേശ്വരത്തോ അങ്ങോട്ട് പോയിട്ട് വന്ന വരവാണ് തോന്നുന്നു. എന്നെ ചേച്ചി ഇതുപോലെ സീമാജി പത്തനംതിട്ട വരുന്നുണ്ട്, നമുക്ക് പോകാം. എന്റെ പാതി അവളൂടെ ആയിട്ടേ ഞാൻ പൂർണ്ണയാകത്തുള്ളൂ. കാരണം ഞങ്ങൾ 2 നാട്ടുകാർ. അവള്
ചെങ്ങന്നൂർ ആരാണ് ഇതാണ്ട് അവരല്ലേ നടുവിലുള്ള? ആ ഓക്കെ, താങ്ക് യു മാ. ചെങ്ങന്നൂർക്കാരിയാണ്, ഞാൻ കോന്നിക്കാരിയുമാണ്. ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. അത് ശരി, ഇവിടെ വന്ന് ഭഗവാന്റെ അരികെ വന്നാ പരിചയപ്പെട്ടത്. ഭഗവാനാണ് ഒന്നിപ്പിച്ചത് നിങ്ങളെ. ഒരേ റോഡിൽ കൂടെ ഒരേ പാതയിൽ കൂടെ നടന്നു വന്നു. എവിടെ? ഇവിടെ കണ്ണന്റെ അടുത്ത് അല്ലേ, ആറന്മുളയില്. ഇവിടുന്ന് പോയപ്പോഴാണ് ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്. അന്നാണ് കാണുന്നത്, ഞങ്ങൾ സംസാരിക്കും. ആ ഒരു അതൊരു മഹാനിമിത്തായി അല്ലേ ഈ ദിവ്യമായിട്ടുള്ള മാർഗത്തിലേക്ക്. ഇന്ന് വരെയും അവർക്ക് അമ്പലത്തിൽ പോയാലും ചേച്ചി ഞാൻ ഇന്നടുത്ത് പോന്നു വരുന്നു. ആ ഒരു എന്തിനും ഏതിനും അതെ, എനിക്കും അത് കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ. എൻ്റെ മോള്, എൻ്റെ അനുജത്തി, ഇത് അതെൻ്റെ ചേച്ചി, ഞങ്ങൾ ഒരു വയറ്റിൽ നിന്ന് വന്ന അന്നേരം എനിക്ക് എൻ്റെ എല്ലാം ശൈലജയാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം. അതെ, നമുക്ക് സത്യമാർഗത്തിലേക്ക് മാർഗം കാണിച്ചു തന്ന് കൂടെ കൂട്ടുന്നവര് തന്നെയാണ് നമ്മുടെ ആത്മബന്ധു അല്ലേ? അതെ, ഞാൻ അവിടെ പോന്നിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങ് വിട്ടു പോന്നില്ല. അതെ അതെ, അപ്പൊ എനിക്ക് ആശ്രയം. അതെ, ആശ്രയം കാര്യം. അത് എനിക്ക് നന്ദിയുണ്ട്. ശ്രീമാജിക്കും സുഭാഷിക്കും പരമഗുരു പത്രിക്കും എല്ലാം നന്ദി, ആത്മപ്രണാമം ചെയ്യും. താങ്ക് യു മാ. ഇതെല്ലാവർക്കും എല്ലാവരിലേക്കും എത്തട്ടെ ഈ നോളജ്. ഓക്കെ, താങ്ക് യു.